ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്തുന്നതിനായി സിപിഐഎം നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. പാർട്ടിയുടെയും സർക്കാരിന്റെയും നയസമീപനങ്ങളിൽ മാറ്റം വേണമെന്ന ചർച്ച സജീവമായിരിക്കെയാണ് 5 ദിവസം നീളുന്ന നേതൃയോഗങ്ങൾ ചേരുന്നത്. പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് മുഖ്യമന്ത്രി വാദിക്കുമ്പോഴും നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDF തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ല എന്നായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വാദം. BJPക്കെതിരായ വോട്ടുകളെല്ലാം UDFന് ലഭിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം പക്ഷേ പാർട്ടി നേതാക്കൾ തന്നെ അംഗീകരിക്കുന്നില്ല. LDF നല്ലതുപോലെ തോറ്റെന്നും തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ചു തിരുത്തുമെന്നും കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാനാണ് CPIM 5 ദിവസത്തെ നേതൃയോഗം ചേരുന്നത്. ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്നുള്ള 3 ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുക. മതന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം പരമ്പരാഗത വോട്ടുകളും നഷ്ടപ്പെട്ടു എന്നാണ് CPIMന്റെ പ്രാഥമിക വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങളും നേതൃയോഗത്തിൽ ചർച്ചയാകും. ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന പാർട്ടിയിലെ അടക്കം പറച്ചിൽ യോഗത്തിൽ ആരെങ്കിലും ശക്തമായി ഉന്നയിക്കുമോ എന്നതാണ് ആകാംക്ഷ. പണം ചെലവഴിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ മുൻഗണന നിശ്ചയിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നേക്കും. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചകൾക്കൊടുവിൽ കേന്ദ്ര നേതൃത്വവും തിരുത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചേക്കും. ലോക്സഭയിലേക്ക് ജയിച്ച K രാധാകൃഷ്ണന്റെ ഒഴിവിലേക്ക് പുതിയ മന്ത്രിയെ തീരുമാനിക്കുന്നതും നേതൃയോഗത്തിൽ ചർച്ചയാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.